ഹലോ ഗായ്സ്. അപ്പോൾ കല്യാണത്തിന് ശേഷം ഞാൻ എൻ്റെ ഒരു ചാനലിൽ, അതായത് യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഞാനൊരു Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു എല്ലാ ചോദ്യത്തിനുള്ള റിപ്ലൈ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കമന്റ്സിൽ കുറേ പേര് വേറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായി. സോ ഞാൻ വിചാരിച്ചത് ഒരു Q&A പ്ലസ് കമന്റ് റിപ്ലൈ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അതാകുമ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാൻ വേണ്ടി പറ്റുമല്ലോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇൻസ്റ്റയിൽ കുറച്ച് മെസ്സേജ് വയ്ക്കാം. കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ, കാർഡ്സ് 98 ഒന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ. റാൻഡംലി ഐ സോ ചേച്ചീസ് വീഡിയോ, സ്മൈൽ സോ ക്യൂട്ട്. ചോദിക്കാനൊന്നുമില്ല, ഐ ജസ്റ്റ് സേ ട്രൂത്ത് ക്യൂട്ടി, ട്രൂത്ത് ക്യൂട്ടി. താങ്ക് യു. എന്താ അടുത്തത്? എപ്പാ നാട്ടിൽ വരിക? എപ്പോഴാണ് നാട്ടിൽ വരുന്നത് എന്നാണ് അടുത്ത ചോദ്യം. നാട്ടിലിപ്പോൾ വന്നിട്ട് ഒരു 2 മാസം ആയിട്ടുള്ളൂ. ഇതാര് ചോദിച്ചാൽ എൻ്റെ സിസ്റ്ററിലോ ആണ്. നാട്ടിൽ ഇനി അടുത്ത വർഷം വരും. നമ്മൾ എന്തായാലും അടുത്ത വർഷം വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ചധികം നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. ആ ഒരു കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാൻ, സിസ്റ്ററിലോ പിന്നെ ചേട്ടൻ്റെ വൈഫ്, നമ്മൾ 3 പേരും കൂടിയിട്ട് 2 തവണ പുറത്തു പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫണ്ണായിരുന്നു നമ്മൾ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ പോയിട്ടൊക്കെ നമുക്ക് ഭയങ്കര അധികം മിസ് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇവിടെ ഫസ്റ്റ് വന്ന സമയത്ത് ശരിക്കും നാട് ശരിക്കും നല്ലോണം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാട് മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ലൈഫ് ആഫ്റ്റർ മാരേജ് എങ്ങനെയുണ്ട്? ലൈഫ് ആഫ്റ്റർ മാരേജ് എന്ന് പറയുന്നത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു അടിപൊളിയായിട്ടൊരു മാറ്റം തന്നെ ആയിരുന്നു. മാറ്റം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല, പറയാൻ വേണ്ടി തോന്നുന്നില്ല. എനിക്ക് ഞാനും സ്ത്രീയും പണ്ട് നന്നായിട്ട് ആഗ്രഹിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ വർക്കും ലൈഫും കൂടി ഒരുമിച്ച് കൊണ്ടുപോകേണ്ട, ബാലൻസിൽ കൊണ്ടുപോകേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബാക്കി വേറെ ഒക്കെ സോർട്ടഡ് ആണ്. അത് മെയിനായിട്ട് എൻ്റെ വർക്ക് ടൈം അങ്ങനെ ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. പിന്നെ എന്താ, പണ്ട് ഞാൻ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ കുക്ക് ചെയ്യുന്നുണ്ട്. കുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പാർട്ണർ കൂടി ഹെൽപ്പിനുണ്ട്. അതൊരു മാറ്റാണ്. പിന്നെ അങ്ങനെയൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ, നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതമാണ് ഇപ്പം ഉള്ളത്. റൈറ്റ് നൗ ഇറ്റ്സ് ഗുഡ്. പിന്നെ അടുത്തത്, കല്യാണം വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. ഇത് മെയിനായിട്ട് അയച്ചിട്ടുള്ളത് എനിക്ക് അറിയുന്ന ആൾക്കാരാണ്. അതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതും എനിക്ക് ചുറ്റിലും അറിയുന്നതും ഇൻസ്റ്റയിലെ ഫ്രണ്ട്സും ഒക്കെയാണ് അയച്ചിട്ടുള്ളത്. കല്യാണം വിളിക്കാത്തതിന് ഞാൻ മുന്നേ വീഡിയോ ചെയ്തതുപോലെ തന്നെ കാരണങ്ങളുണ്ട്. ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിരുന്നു കല്യാണം. അപ്പോൾ എല്ലാവരും എനിക്ക് വിളിക്കാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ നിങ്ങളെല്ലാവരും എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് എല്ലാവരെയും വിളിക്കാൻ വേണ്ടി പറ്റാത്തത്. സോ സോറി. അടുത്തത്, ബേബി പ്ലാൻ ഉണ്ടോ? ബേബി പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ബേബി പ്ലാന് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പം തന്നെ വേണ്ട എന്നുള്ളതൊരു തീരുമാനമാണ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സെറ്റൊക്കെ ആയി. ഇപ്പം എനിക്കും അത്ര പ്രായമല്ലേ ആയിട്ടുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വേണം എന്നാണ് ആഗ്രഹമുള്ളത്. ഇൻ കേസ് ഇപ്പം വന്നാലും അല്ലെങ്കിൽ ബേബി ഉണ്ടായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇപ്പം കറന്റ് നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുന്നില്ല. സോ പ്ലാനിങ് ഇല്ല എന്നാണ് എൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഏജ് ചോദിച്ചിട്ടുണ്ട്. എനിക്കിപ്പം 24 ആണ്, 12. പിന്നെ ചേട്ടൻ്റെ ഏജും എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാനും ചേട്ടൻ തമ്മിൽ 5 ഇയർ ഗ്യാപ്പാണ് ഉള്ളത്. പിന്നെ BEd ഉണ്ടായിരുന്നോ? കറണ്ട് ജോബ് എന്താണ്? സാലറി എത്രയുണ്ട്? BEd എനിക്കില്ല. ഞാൻ MSc മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. മാസ്റ്റേഴ്സ് കഴിഞ്ഞ് 1 മന്തിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായത്. അപ്പോൾ BEd ഇല്ല. BEd എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാവകാശം എനിക്ക് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി എൻ്റെ പ്ലാന് ഡിഗ്രി കഴിഞ്ഞിട്ട് BEd എടുക്കാമെന്നായിരുന്നു. പക്ഷെ മാസ്റ്റേഴ്സ് എപ്പോഴും നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് ഹയർ സ്റ്റഡീസിക്ക് വേണ്ടി പോവാണെങ്കിൽ മാസ്റ്റേഴ്സ് എന്തായാലും വേണം. അപ്പം BEd നമുക്ക് എന്നാലും ഡിസ്റ്റൻസിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ മാസ്റ്റേഴ്സ് എന്തായാലും എനിക്ക് ഓൺ സൈറ്റ് തന്നെ പോയി ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ അപ്പം തന്നെ മാസ്റ്റേഴ്സിലേക്കാണ് ചാടിയത്. BEdും കൂടി എടുത്തിട്ട് 2 വർഷം പിന്നെയും അതിന് പോയി ജോലി കിട്ടി, കല്യാണം കഴിഞ്ഞ് അതൊക്കെ ഒരു ടാസ്ക് ആയതുകൊണ്ട് ഞാൻ BEd ഇപ്പം എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. പക്ഷേ ഇപ്പം എനിക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താലോ എന്നുള്ളൊരു തോട്ട് ഇപ്പം മൈൻഡിൽ വരുന്നുണ്ട്. കാരണം ഇവിടെ സ്കൂളിലൊക്കെ കയറണമെങ്കിൽ BEd നിർബന്ധമാണ്. അപ്പം BEdനെ പറ്റിയിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട് കാര്യമായിട്ട്. കറണ്ട് ജോബ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കറണ്ട് ജോബ് എന്ന് പറയുന്നത് ട്യൂട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ട്യൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്യൂഷൻ ടീച്ചർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സയൻസ് ആണ് എൻ്റെ ഫീൽഡ്. ഞാൻ 12th വരെ, ഇയർ 13 വരെ, ഇയർ 13 എന്ന് പറയുമ്പോൾ IGCSE ബ്രിട്ടീഷ് കരിക്കുലത്തിൽ 12th സ്റ്റാൻഡേർഡ് വരെ ബയോളജി, കെമിസ്ട്രി എടുക്കുന്ന ഒരു ട്യൂട്ടറാണ്. CBSEക്ക് ഞാൻ ഫിസിക്സും കൂടി എടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ പോസ്റ്റ് ബയോളജി സയൻസ് ട്യൂട്ടറാണ്, സയൻസ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സാലറി എത്രയുണ്ടെന്ന് ചോദിച്ചാൽ, സാലറി ഒരു ബേസിക് ടീച്ചർ ഇപ്പോൾ ഇവിടെ, അതായത് ഫസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള ടീച്ചർ സ്കൂളിലൊക്കെ കയറുമ്പോൾ ഉണ്ടാകുന്ന സാലറി ഉണ്ടല്ലോ, ആ ഒരു സാലറിയാണ് എനിക്കുള്ളത്. ഞാൻ കറക്റ്റ് സാലറി അങ്ങനെ പറയുന്നില്ല. ബേസിക് സാലറി ആണ്
ഞാൻ ഇൻക്രിമെൻറ്റിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനും കുറച്ച് ടൈം വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, മിസ് ചെയ്താൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്ത്? ഞാൻ മിസ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റാ ചോദ്യം മനസ്സിലായി. മിസ് ചെയ്താൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്താണെന്ന്. മേ ബി എൻ്റെ പാർട്ട്ണറെ തന്നെ ആയിരിക്കും. ആളെ മിസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, അതായിരിക്കും. അല്ലെങ്കിൽ മിസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ മിസ് ചെയ്യുന്നത് ഇപ്പോൾ പാറുവിനെന്ന് വേണം പറയാം. പാറുവിനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നുണ്ട്. എന്താ, ഡാൻസ് വീഡിയോസ് ചെയ്യുമോ? ആഫ്റ്റർ മാരേജ് പാർട്ട്ണർ വീഡിയോയിൽ വരാൻ ചാൻസ് ഉണ്ടോ? ഓക്കെ, മാരേജ് ഡേറ്റ് ഫിക്സ് ആയി. ഇത് ഞാൻ മുന്നേ, ഓക്കെ, ഡാൻസ് വീഡിയോസ് ചെയ്യുക. ഇത് ഗഗൻ എൻ്റെ ഫ്രണ്ട് അയച്ചതാട്ടോ. ആഫ്റ്റർ മാരേജ് പാർട്ട്ണർ വീഡിയോയിൽ വരാൻ ചാൻസ് ഉണ്ടോ? പാർട്ട്ണറിന്റെ വീഡിയോയിൽ വരാൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആളുടെ കോലവും കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ ആൾ വരാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പറയുമോ എൻ്റെ ഞാൻ നല്ലതല്ല, ഞാൻ ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എടുക്കാമെന്ന് പറയും. പിന്നെ വാട്ട് വാസ് ലുക്കിംഗ് ഫോർ ആഫ്റ്റർ PG ആൻഡ് ഓൾസോ അബൌട്ട് യുവർ പാർട്ട്ണർ? ആഫ്റ്റർ PG ഞാൻ ഓഫ്കോഴ്സ് ഞാനൊരു ജോബിനായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു ഇവിടെ വരാണെങ്കിൽ എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും കിട്ടാൻ ചാൻസ് കൂടുതൽ എനിക്ക് ആദ്യമേ ഒരു ഗസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്യും, നോർമലി സ്കൂളിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ PGക്ക് ശേഷം ഞാൻ ഇടയ്ക്കൊരു വിചാരത്തിൽ ഞാൻ പുറത്ത് പോയിട്ടും PhD എടുത്താലെന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പ്ലാനൊന്നും വിട്ടിട്ടില്ല, നോക്കട്ടെ, ഒരു ചാൻസ് കിട്ടാൻ നമുക്ക് പോവാം. പിന്നെ എന്താ, അബൌട്ട് മൈ പാർട്ട്ണർ ശ്രീകേഷ് എന്നാണ് പേര്. പിന്നെന്താ, ആളിവിടെ ഒരു ഡിസൈനർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എവിടെ നിന്നാണ് കോൺഫിഡൻസ് ആൻഡ് ഇൻസ്പിറേഷൻ കിട്ടിയത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ? യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എനിക്ക് കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊറോണ ടൈമിൽ, അല്ലെ അതിന് മുന്നത്തെ ഞാൻ +2 കഴിഞ്ഞ സമയത്ത് തന്നെ അല്ല ഒരു ടൈമിൽ ചേച്ചിൻ്റെ കയ്യിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത്, ആദ്യമായിട്ട് സ്മാർട്ട് ഫോൺ. അപ്പം ഞാൻ ചേച്ചി എപ്പോഴും മറ്റേ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി, അതുപോലെ ബ്രഷ് വിത്ത് ആഷ്, അസ്വി മലയാളം, ചേച്ചിൻ്റെ സ്ഥിരം വ്ളോഗ് കണ്ടിരിക്കുന്ന ആളായിരുന്നു. പിന്നെ ഇവർ 3 പേരാണ് എന്നെ മെയിനായിട്ടും. പിന്നെ നമ്മൾ പണ്ട് മുതലേ കാണുന്ന ഒരു ചാനൽ മേഘ്ന വർഗീസ് എന്നുള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ചാനലൊക്കെ കാണുമായിരുന്നു. അപ്പം ആ ഒരു ടൈം മുതൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൊറോണൻ്റെ മുന്നേ തന്നെ എനിക്ക് എന്താ പറയുക ഒരു വ്ളോഗ്സ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ചെറിയൊരു പിന്നെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ, ജസ്റ്റ് പാട്ടും എൻ്റെ ഡാൻസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ സമയം സാഹചര്യം ഒത്തുവന്നത് അതിന് ശേഷമാണ്, വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്ക് കാര്യങ്ങളൊക്കെ ഒത്തുവന്നത്. പിന്നെ എനിക്ക് ഇൻസ്പയർഡ് ആയത് ഇവരൊക്കെയാണ് എനിക്ക്. കാരണം എനിക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഇത് മണി ഇൻകം വരുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് കൂടി അറിഞ്ഞ സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കൂടി. മേ ബി അതും കൂടി പറയാം. പിന്നെ ബ്രൈഡൽ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ചെയ്യുന്നതാണ്. ഞാൻ പറ്റുമെങ്കിൽ ഇത് കഴിഞ്ഞ് ഈ ഒരു വീഡിയോ എടുത്തതിന് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമുക്ക് പോയിട്ടൊരു ബ്രൈഡൽ സ്കിൻ കെയർ വീഡിയോ എടുക്കുന്നതാണ്. Any hair growth tip? Do more videos like this, of course. ഹെയർ ഗ്രോത്ത് ടിപ്പ് എന്ന് പറയുന്നത്, ഹെയർ ഗ്രോത്ത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറച്ചധികം മുടി ഊരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഊരുന്നുണ്ട്, പക്ഷെ ഇപ്പം എൻ്റെ മുടി കുറച്ചുകൂടി ബെറ്റർ ആട്ടോ. എൻ്റെ ഒരു ഫ്രിസിനെസ് ഒരു പൊടിക്ക് ഒരു പെർസെൻറ്റേജ് ഒക്കെ കുറയുന്നുണ്ട്. അത് ഞാൻ കൊടുക്കുന്ന എൻ്റെ മുടി കൊടുക്കുന്ന കെയർ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ ഹെയർ കെയർ ചെയ്യുന്നത് കൊണ്ടാണ്. ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാം. ഹെയർ കെയർ റുട്ടീന് ഞാൻ ഓയിലിംഗ് ചെയ്യാറുണ്ട്. വൺസ് എ വീക്ക് നന്നായിട്ട് ഓയിൽ ചെയ്തിട്ട് 1 hour ഒക്കെ വെച്ചതിന് ശേഷം ഓയിലും ഞാനൊരു സ്പെഷ്യൽ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ചൂടാക്കിയിട്ടുള്ള ഉലുവൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ഹെയർ സ്ട്രാൻഡ്സിൽ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്യാതെ മാസ്ക് ആണ്, ഹെയർ മാസ്ക്. ആദ്യം വെറ്റ് ആക്കിയിട്ടുള്ള ഹെയറിൽ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യും. അതിനുശേഷം ഒരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് പിന്നെ നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിട്ട് ഡീടാങ്കിൾ ചെയ്തിട്ട് കുറച്ച് സിറം അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഇതാണ് കറണ്ട് ആയിട്ടുള്ള റുട്ടീൻ എന്ന് പറയുന്നത്. ഹെയർ ഗ്രോ ചെയ്യാനുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ നന്നായിട്ടുള്ള നല്ല എന്താ പറയുക മാഗ്നീഷ്യം കണ്ടന്റും കാര്യങ്ങളുള്ള ഫുഡ് കൺസ്യൂം ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നെല്ലിക്ക, അതുപോലെ തന്നെ കറിവേപ്പില, പംകിൻ സീഡ്സ്, അങ്ങനത്തെ നല്ല ഹെയർ ഗ്രോത്തിന് സപ്ലിമെന്റ് ചെയ്യുന്ന ഫുഡും കാര്യങ്ങളും ആദ്യം കഴിച്ചു തുടങ്ങുക. അതിനുശേഷം നമുക്ക് പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു റുട്ടീന് ഫോളോ ചെയ്തിട്ട് മുടിക്കുള്ള കെയർ കൊടുക്കുക. ഹാർഷായിട്ട് മുടി തോർത്താതിരിക്കുക. പിന്നെ എന്താ പറയുക, ഡീടാങ്കിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക. കിടക്കുന്ന സമയത്ത് നമുക്കൊരു സാറ്റിൻ പില്ലോ യൂസ് ചെയ്യാം. ഇതൊക്കെ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് ഗ്രോത്ത് സംഭവിക്കും. പിന്നെ നന്നായിട്ട് ഇപ്പം കിടക്കുന്നതിന് മുന്നേ നല്ലൊരു മസാജ് കൊടുക്കാം. അതുപോലെ റോസ്മേരി ഉപയോഗിച്ചാലും ഗ്രോത്ത് വരുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ റോസ്മേരിയുടെ ഓയിലാക്കിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഗ്രോത്തിനും നല്ലതായിരുന്നു. പെട്ടെന്ന് എൻ്റെ മുടിയൊക്കെ വളർന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ വേറെന്താ, വീണ്ടും ബ്രൈഡൽ സ്കിൻ കെയർ വീഡിയോസ് വേണം ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യാം. 2 പേരും ചേർന്ന് ഒരു Q&A ചെയ്യുമോ പ്ലീസ്?
ജ്യോതിക സുരേഷ്, ജ്യോതിക. ഓക്കെ, രണ്ടുപേരും കൂടി ചില ഒരു Q&A നമുക്ക് ചെയ്യാം. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിന് അടിയിൽ ചെയ്യാം. ശരിക്കും അങ്ങനെ വീഡിയോയിൽ വരുന്നതിൽ എനിക്കറിയില്ല, സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം, ചോദിച്ചു നോക്കാം ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. ആൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ താലിമാലയുടെ ഒരു ഫോട്ടോ ഇടുമോ, ചെയിൻ എടുക്കാനാണ്. ഓൾറെഡി ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോന്റെ താഴെ എങ്ങാനും ആ ഒരു വീഡിയോ ടാഗ് ചെയ്ത് കൊടുക്കാം. താലിമാല, അതിന്റെ പേരൊന്നും പറഞ്ഞത് എനിക്കറിയില്ല. ഞാൻ ആ ഒരു വീഡിയോന്റെ മീൻസ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ ചെയിനും താലിയും. അത് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ എനിക്കൊരു മെൻഷൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു വീഡിയോ, അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ വലിയ മാല ഒരു ഞാൻ ചെറിയ താലി ഇതിലേക്ക് ആക്കിയിട്ടുണ്ടല്ലോ, ചെറിയ മാലയിലാക്കിയിട്ടുണ്ടായി താലി. അപ്പൊ ആ ഒരു വീഡിയോയിനിടയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വലിയ മാല ഇടാനാണോ ഇഷ്ടം, ചെറിയ മാല ഇടാനാണോ ഇഷ്ടം? ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആ വീഡിയോ ഇത്രയും വൈറലായി പോകുന്നു. നല്ല മില്യൺസ് ഓഫ് വ്യൂസ് ആണ് ആ വീഡിയോന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ചിലവരൊക്കെ പറഞ്ഞു എനിക്ക് ചെറുതാണ് ഇഷ്ടം, എനിക്ക് വലുതാണ് ഇഷ്ടം, എനിക്ക് രണ്ടും ഇഷ്ടമാണ്, മാല ഭയങ്കര ഇഷ്ടമാണ്. ചിലവർ മാല ഇടാനേ ഇഷ്ടമല്ല. ഇതൊക്കെ എനിക്കറിയാം, ഇതൊന്നും ഒരു ഫാക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല താലി എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് അസ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അസ്, ദ ബോണ്ട് ബിറ്റ്വീൻ അസ്. എനിക്കറിയാൻ പറ്റില്ല, പക്ഷെ ഒരു ഫൺ എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ഇട്ടു. പിന്നെ എനിക്കറിയാം, ഞാൻ ഡാൻസർ ആയതുകൊണ്ടോ ഞാൻ ട്രഡീഷൻ എനിക്ക് ഫോളോ ചെയ്ത് വരാൻ ഇഷ്ടമുള്ള ഒരാളാണ്. താലി എന്ന് പറയുന്നതിനോടും സിന്ദൂരം ഇതൊക്കെ എനിക്ക് വാല്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാനൊരു കാലം ചിലപ്പം ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. അപ്പം അത് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ഇട്ടത്. പക്ഷെ വേറെ പല ആൾക്കാരും ആഗ്രഹം കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് താലിമാലൊക്കെ ഇടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പണയം വെച്ചു, ഭർത്താവിന് ഒരുക്കി കൊടുത്തു, ഭർത്താവ് കൊണ്ടുപോയിട്ട് ഇത്ര വർഷമായിട്ട് കിട്ടിയില്ല, എപ്പോഴും ഇട്ടതാണ്, ഇപ്പോൾ ഇടുന്നത് എന്തൊക്കെ ചെയിനും കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ കുറേ കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വളരെ ഇങ്ങനെ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെയധികം ഞാൻ സോറി പറയാം കേട്ടോ. കാരണം സ്വർണ്ണം ഒന്നിനും മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി വരട്ടെ. താലിയൊന്നും എവിടെയും മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമില്ല, സ്വർണ്ണവും അതുപോലെ തന്നെ ഒരു മാറ്റർ ചെയ്യുന്ന കാര്യമില്ല. നമ്മൾ സുഖമായിട്ടിരിക്കുക, പീസ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സോ അതെനിക്കൊന്ന് മെൻഷൻ ചെയ്യാണെന്ന് തോന്നി. പിന്നെ UAE ജോബ് കിട്ടിയത് എങ്ങനെയെന്ന് വ്ളോഗ് ഇടുമോ? എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നാട്ടിൽ, ബിഎഡ് ഉണ്ടായിരുന്നു. പ്ലീസ് ഡു എ വ്ളോഗ് അബൌട്ട് ദാറ്റ് റിക്വസ്റ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് ഞാൻ അഡ്രസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പണ്ടേ വിചാരിക്കാറുണ്ട്, ഞാനിവിടെ UAE ജോബ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വീഡിയോ മുതൽ കമന്റ്സ് വരാറുണ്ട്, ഞാൻ എന്ത് വീഡിയോ എന്ത് ജോബാണ് ചെയ്യുന്നത്, എങ്ങനെ കിട്ടി, പെട്ടെന്ന് കിട്ടാൻ എന്തുകൊണ്ടോ. അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജസ് വരാറുണ്ട്, എങ്ങനെയെങ്കിലും ഒരു ജോലി ഇവിടെ ശരിയാവുന്ന രീതിയിൽ ഉണ്ടോ, ഇപ്പൊ എങ്ങനെയാണ് UAE അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനും ഇപ്പോഴും ഒരു ഫ്രഷ് കമ്മർ ആണ് കേട്ടോ, എനിക്ക് അങ്ങനെ കൂടുതൽ പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു വെച്ചാൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ വരുന്നുണ്ട്. അപ്പോൾ അവരെടുത്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഞാൻ അവരോട് ചോദിക്കാം, അപ്പോൾ അവർ റിപ്ലൈ തരുമല്ലോ. ഹസ്ബൻഡിന്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? അച്ഛൻ, അമ്മ, പൊന്നു, സൈനേച്ചി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം, അച്ഛൻ, അമ്മ. ഓക്കെ, പിന്നെ അച്ഛൻ അമ്മക്ക് 3 മക്കൾ. ഒന്ന് ശ്രീകാന്തേട്ടൻ, പിന്നെ രണ്ടാമത് ശ്രീ, മൂന്നാമത്തത് പൊന്നു, അതായത് ഇവരെ രണ്ടാണ് പെങ്ങൾ. ഓക്കെ, ഇവർ 3 ഇവർക്ക് മക്കൾ എന്ന് പറയുന്നത്. അപ്പം ശ്രീകാന്തേട്ട വൈഫാണ് സൈനേച്ചി, പിന്നെ ശ്രീ ഉണ്ട്, ഞാന്, പൊന്നു. പിന്നെ ഇതാണ് മെയിനായിട്ടും അവിടെ ഉള്ള ആൾക്കാർ. അപ്പോൾ ശ്രീകാന്തേട്ടൻ കുറെ കാലം സൗദിയിലായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ ആള് നാട്ടിൽ വന്നു, ഇപ്പം ആള് ദുബായിൽ വർക്ക് ചെയ്യാണ്. സൈനേച്ചി ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ നാട്ടിലാണുള്ളത്. പിന്നെ പൊന്നു, അപ്പം പൊന്നും പഠിത്തവും കാര്യങ്ങളായിട്ട് അവള് ഹോസ്റ്റൽ PGയിലാണ് നിൽക്കുന്നത്. ഇവരൊക്കെയാണ് നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ. പിന്നെ വല്യമ്മ ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ വല്യമ്മ എന്ന് പറയുമ്പോൾ ശ്രീന്റെ അമ്മ. ഗുരുവായൂരിൽ നിന്ന് ഇങ്ങനെ മാലയിടാൻ അന്നേ ദിവസം രാവിലെ ഷീട്ട് ആക്കിയാൽ മതിയോ? നമ്മൾ ഗുരുവായൂർ പോയ സമയത്ത് എങ്കിൽ നമുക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അറിയുന്ന ഒരാളോട് തലേ ദിവസം നമ്മൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയൊരു കല്യാണം, മീൻസ് ഗുരുവായൂർ കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. നമ്മൾ മൂന്നാറിന് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഞാനിങ്ങനെ ശ്രീനോട് ചോദിച്ചു, എന്നാലും നമ്മൾ തൃശ്ശൂർ നിൽക്കുന്നുണ്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ നമുക്ക് അവിടെ പോയിട്ട് എന്നാ ആ ഒരു ചടങ്ങ് കൂടി കഴിച്ചിട്ട്, കാരണം അമ്മക്കൊരു നേർച്ച ഉണ്ടായിരുന്നു മാല ഇടാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് മാല ഇട്ടിട്ട് തിരിച്ചു വരാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ നമ്മൾ നാട്ടിൽ വിളിച്ചു നോക്കി ആർക്കൊക്കെയാണോ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റുന്നത് അവർക്ക് ട്രെയിനിലോ ബസ്സിലോ വരാലോ എന്നുള്ള രീതിയിൽ. അപ്പൊ നോക്കുമ്പോൾ ഒരു ട്രാവലറിൽ കൊള്ളുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം തിരിച്ച് ഇങ്ങോട്ടേക്ക് ഗുരുവായൂരിൽ വന്നു കേട്ടോ. സോ നമ്മൾ തലേന്ന് തന്നെ എൻ്റെ ഫ്രണ്ടിന്റെ അച്ഛൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പൊ ആള് പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ പോവാ. പിന്നെ ജോഷുവ ശ്രീന്റെ ഫ്രണ്ടാ, ജോഷുക്കും അറിയുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരും പറഞ്ഞു ഒന്നുമില്ല, അവിടെ പോവാ, റെസീപ്റ്റ് മുറിക്കുക, 500 ആണ്, ഒരു 500 അല്ലെങ്കിൽ 1000 ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുക്കാം, 1000 ആണെന്ന് തോന്നുന്നു. വാദ്യമേളത്തോട് കൂടിയുള്ള താലികെട്ടിന്
തലയിട്ടച്ച മാല ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് 1000 ആ ഒരു റേഞ്ചിലാണ് പൈസ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ രാവിലെ തന്നെ അവിടെ എത്തി, റെസീറ്റ് ഒക്കെ മുറിച്ചു. പക്ഷെ ഇവര് തൊഴുത് ഇറങ്ങാൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. അതുപോലെ നമുക്ക് ഇത് തരും, നമുക്കൊരു സ്ലോട്ടിൽ സമയം ഉണ്ടായിരിക്കും, ഇത് മുതൽ ഇത്ര വരെ അവർ പറഞ്ഞു തരും. അപ്പം ആ ഒരു ടൈം നമുക്ക് അവിടെ നിന്നിട്ട് മാല ഇട്ടിട്ട് വരാം. പിന്നെ നമ്മളൊരു സാധനം കൊണ്ടുപോകണം. നമുക്ക് വേണ്ടിയിട്ടുള്ള മാല, സിന്ദൂരം കാര്യങ്ങളൊക്കെ തന്നെ അവർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ദക്ഷിണയായിട്ട് നമ്പൂതിരി, ഈ കെട്ട് നമ്പൂതിരിക്കും പിന്നെ കുറച്ച് വാദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, വാദ്യങ്ങളോട് കൂടിയുള്ള ഒരു മാല ഇടാനാണ് ഈ ഒരു കൂടി ആ ഒരു സ്റ്റേജിൽ തന്നെ വെച്ച് നടത്താലോ. അപ്പൊ അങ്ങനെ അല്ലാതെ പുറത്ത് മാല ഇടാൻ വേണ്ടിയിട്ട്, പുറത്ത് മാലയുടെ റെസീറ്റ് മുറിക്കണോ വേണ്ടോ എന്ന് എനിക്ക് അധികം അറിയില്ല കേട്ടോ. പക്ഷെ സ്റ്റേജിൽ മാലയുടെ റെസീറ്റ് മുറിച്ച് കാര്യങ്ങൾ ആക്കിയിട്ട് സമയത്തിനനുസരിച്ച് നമ്മൾ അവിടെ പോയി ആ റെസീറ്റ് കൊടുക്കുക, അവർ വിളിക്കും, കെട്ട് കഴിയുക, വാദ്യങ്ങളോടുള്ള കെട്ട് കഴിയും. അതിനുശേഷം നമുക്ക് തൊഴുത് ഇറങ്ങാൻ പറ്റുന്നതാണ്. ചേച്ചി ചേട്ടൻ്റെ കൂടെ പോവുകയാണോ? 1 month മുന്നേ ചോദിച്ചിട്ടുള്ള അതാണ് കേട്ടോ ഇത്. ചേച്ചി ചേട്ടൻ്റെ കൂടെ തന്നെ വന്നു. പിന്നെ ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്? ഓക്കെ, ഇത് അഗെയിൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമന്റ് സെക്ഷനിലായാലും എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടേത് ലവ് മാരേജ് ആണ്. ലവ് മാരേജും പിന്നെ പ്ലസ് അറേഞ്ച്ഡ് മാരേജ് എന്നാണ് പറയാം. നമ്മൾ ലവ് ചെയ്തു, നമ്മൾ അവരോട് പറഞ്ഞു, അവർ നടത്തുന്നു. അങ്ങനെ ഇതിൻ്റെ ഒരു ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോയിലിടാം. അപ്പോൾ അതൊക്കെ ആയിരുന്നു നമ്മുടെ Q&A എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യാം. സ്കിൻ കെയർ വീഡിയോ ചെയ്യുന്നതാണ്, ഹെയർ കെയർ ചെയ്യുന്നതാണ്, അതുപോലെ ജോബിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കാം. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ദിസ് ഇസ് മീ അനിക രമേശ് സൈനിങ് ഓഫ്. ബൈ ബൈ.